ഒരു 10 വർഷം കൂടി ജീവിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 120 വയസ്സ് വരെയോ 140 വയസ്സ് വരെയോ ജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1980കളിൽ നമ്മളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഇന്ത്യയിൽ 48 വയസ്സായിരുന്നു. ഇന്നത് 70 ആയി. അതിൽ നിന്ന് തന്നെ അർത്ഥം എന്താണ്? 3 പേരിൽ ഒരാൾ 100 വയസ്സിന് കൂടുതൽ ജീവിക്കും എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ ജീവിക്കും എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അവിടെയാണ് പ്രിവെന്റീവ് ഹെൽത്തും പേഴ്സണലൈസേഷനും ജെനറ്റിക്സും ഈ പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ബേസ്ഡ് ടൂൾസും എല്ലാം വരുന്നത്. എങ്ങനെ ഒരാൾക്ക് 100 വയസ്സും 120 വയസ്സും ഒക്കെ ഹെൽത്തി ആയിട്ടും അബ്സല്യൂട്ട് ആയിട്ടുള്ള ആരോഗ്യത്തോടു കൂടിയും വൈറ്റാലിറ്റിയോടു കൂടിയും എങ്ങനെ ജീവിക്കാൻ പറ്റും, അവർക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ പറ്റും, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി നിരവധി ആൾക്കാർക്ക് ഇന്നും ഇത് അറിയാത്തൊരു കാര്യമാണ്. കാരണം ഇതൊരു പുതിയ സയൻസ് ആണ്. ഇതിനെക്കുറിച്ച് അധികം പേര് സംസാരിക്കുന്നില്ല. അതിന് കാരണമായിട്ടുള്ളത് 3 ഡിക്കേഡിൽ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ടിയിരുന്ന അഡ്വാൻസ്മെന്റുകൾ ഈ വരുന്ന 5 വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്നത്തെ ജെനറ്റിക്സിലും മൈക്രോബയോമുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസിലും അതേപോലെ ഏജ് റിവേഴ്സലുമായി ബന്ധപ്പെട്ട സ്റ്റഡീസിലും അത് AI-യുടെ സപ്പോർട്ട് കൂടി വന്നതോടുകൂടി ഇത് സംഭവിക്കാൻ പോകുന്നത് ഒരാൾക്ക് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന് വെച്ചാൽ അതിനുള്ള പോസിബിലിറ്റി, അതിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടാൻ പോവുകയാണ്. ഉദാഹരണത്തിന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ US FDA ഹ്യൂമൻ ട്രയൽസ്, ഏജ് റിവേഴ്സലിനുള്ള ഹ്യൂമൻ ട്രയൽസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ആ സ്റ്റഡി പുറത്തു വരുന്നതോടുകൂടി ലോകത്തെ ഏറ്റവും വലിയൊരു റെവല്യൂഷൻ ആയിരിക്കും. കാരണം ബയോളജിക്കൽ ഏജ് 75% വരെ 6 മാസം കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്റ്റഡി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് മീൻസ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 1 വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്ന സമയത്ത് താഴെ വന്ന് സർക്കാസ്റ്റിക് കമന്റുകൾ ഇട്ടിരുന്ന ആൾക്കാർ പോലും ഒന്നുകൂടി ഇനി ചിന്തിക്കേണ്ടി വരും. കാരണം ഞാൻ വീണ്ടും പറയുന്നു, 10 വർഷം എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. ഒരു 120-140 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള പദ്ധതികൾ നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ മാർഗങ്ങൾ മുന്നിലേക്ക് വരും. ഇങ്ങനെ ഇത്രയും കാലമൊക്കെ കൂടുതൽ ജീവിക്കുന്നു ചോദിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യം.